Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. നിലക്കടല വേണോ? നിലക്കടല തണുത്തതുകൊണ്ട് വേണമെങ്കിൽ ചൂടാക്കി തരാം. കണ്ണാ സാർ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ വിൽക്കുന്നത്? പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ സ്റ്റാമ്പുകൾ തരും. ഇനി നിലക്കടല വിറ്റ് വീട് നോക്കേണ്ടി വരും. കണ്ണാ സാർ, എന്താ പറ്റിയേ? ഒരാള് ബാങ്കിൽ നിന്നും 1 കോടി രൂപ ലോൺ എടുത്തു. അതിപ്പോ തിരിച്ചടയ്ക്കുന്നില്ല. ടോമി എന്നെ ജോലിന്ന് പറഞ്ഞു വിടും. ഏത് ടോമി? ഇയാളുടെ ബോസ് ഡോഗാണ് വിശ്വനാഥ സിംഗ് റാത്തൂർ. ആ അണ്ണൻ എന്നെ കുടുക്കി കളഞ്ഞു പിള്ളേരെ. അല്ല, ഈ അണ്ണൻ ആരാ? ഖന്ന സാറിന് ഈ അവസ്ഥയിൽ എത്തിക്കാൻ മാത്രം അയാൾ ആരാന്ന് പറയേ. ഒരു ലോക്കൽ ഗുണ്ടയാണ്. അയാൾ ഇപ്പോൾ ഒരു ലഞ്ച് ഹോം നടത്തുന്നുണ്ട്. രാവിലെ മുതൽ കച്ചവടം നടത്തുന്നതിന്റെ ദേഹത്ത് മുഴുവൻ അഴുക്കാണ്. ഇതെല്ലാം ലോക്കൽ ഗുണ്ട അണ്ണയുടെ പണിയാണ്. അടി കൈ. ഓ വേണ്ട ഹണി, ഇത് മൂടൊട്ടും ശരിയല്ല. പക്ഷെ അയാളെന്താ ലോൺ എടുത്ത കാശൊന്നും തിരിച്ചടയ്ക്കാത്തത്? അയാൾ ആ കാശ് മൊത്തം തിന്നു കാണും. അതെങ്ങനെ കാശ് തിന്നുന്നേ? മൊത്തത്തിൽ തൊണ്ടേ കുടുങ്ങി ചാവില്ലേ? ഹണി, ഖന്ന സാർ ഉദ്ദേശിച്ചത് അയാളെ കാശ് തിരിച്ചു കൊടുക്കൂലെന്നാ. തിരിച്ചു കൊടുക്കാൻ താല്പര്യമെങ്കിൽ അത് അലമാരിൽ വെച്ച് പൂട്ടിയാ പോരെ. പൂപ്പലൊന്നും പിടിച്ച് നശിച്ചു പോവില്ലല്ലോ. ആ കാശ് എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ എന്റെ ബോസ് ടോമി എന്നെ ജോലി പറഞ്ഞു വിടും. ഐഡിയ. സാറിന്റെ കാശ് തിരിച്ചു കിട്ടും. ഈ അണ്ണൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? അടുത്ത ജംഗ്ഷനിൽ അയാളുടെ ലഞ്ച് ഹോം ഉണ്ട്. മര്യാദക്ക് കോഴിയാകടാ. എന്റെ അണ്ണ അവൻ കറക്റ്റ് ആയിട്ടാ നിക്കുന്നത്. ഇനി എന്താ മുട്ടയിട്ട് കാണിക്കണോ? നിനക്കും എന്താ കോഴിയാവണമെന്നുണ്ടോ? ഓ ഇനി ചാടറാ. വേഗം ചാടറാ. അണ്ണ, കോഴിയല്ല തവളയാ സാധാരണ ചാടാറുള്ളത്. ഇനിയിപ്പോ അണ്ണൻ പറഞ്ഞ കോഴിയും ചാടണമല്ലോ. അണ്ണ മാപ്പ് താ അണ്ണ, ഞാൻ 500 രൂപ എടുത്തുള്ളൂ. ആരെങ്കിൽ എന്റെ ഒരു 5 പൈസ എടുത്താൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നീ 500 രൂപ എടുത്തത്. തെമ്മാടി. അണ്ണ, എനിക്ക് മനസ്സിലാവുന്നില്ല. അണ്ണന്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് കാശുണ്ട്. പിന്നെ ഈ 500 രൂപയ്ക്ക് വേണ്ടി വെറുതെ കാശിനെ ബഹുമാനിച്ചാൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. അതുകൂടാതെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ കുറച്ച് അടിച്ചു പൊളിക്കൊക്കെ വേണ്ടേ? അണ്ണന്റെ കയ്യിൽ കോടിക്കണക്കിന് കാശില്ലേ? പിന്നെ എന്തിനാ ഇവിടെ ഇങ്ങനെ ലഞ്ച് ഹോം തുറന്നിട്ടിരിക്കുന്നത്? നല്ലൊരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയാ പോരെ? ബാങ്കിനെ വിറ്റ് കാശാക്കി തന്നെയാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഹോട്ടൽ ഞാൻ തുടങ്ങിയിട്ട് മറ്റുള്ളവർ ഇരുന്ന് സൂക്ഷിക്കുന്നത് ഞാൻ കാണണോ? ഞാൻ ഒരിക്കലും കാശ് ചെലവാക്കാറില്ല. കാശ് കൂടുതൽ ഉണ്ടാക്കാനേ ഞാൻ നോക്കൂ. അങ്ങനെയാണെങ്കിൽ അണ്ണൻ എത്ര കോടിയാ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് വേണം. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാകാനാണ് ഞാൻ നോക്കുന്നത്. അണ്ണാ, ശിക്ഷ കൊടുത്തത് മതി. അല്ലെങ്കിൽ ചിലപ്പോ ഇയാള് ശരിക്കും മുട്ടയിട്ടെന്ന് വരും. നീ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവന് മാപ്പ് കൊടുക്കാം. എഴുന്നേറ്റ് പോടാ. നീ എന്റെ 500 രൂപ എടുത്തതിന് 1 മാസം എന്റെ ലഞ്ച് ഹോമിലെ പാത്രങ്ങൾ കഴുകിയിട്ട് പോയാൽ മതി. കൊച്ചളിയ, ഇയാള് ഭയങ്കര അത്യാഗ്രഹിയാണല്ലോ. നമുക്ക് ഇയാളെ ഈ രീതിയിൽ തന്നെ കൊടുക്കാം. ഖന്ന സാറിന്റെ ജോലി പോകാതെ നോക്കണം. വാ. രാവിലെ എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് പെൺവേഷം കെട്ടുന്നത്? അടികൈ. ഇപ്പൊ കൈയടിക്കണോ അതോ ഞങ്ങൾ ഖന്നസാറിന്റെ കാശ് തിരിച്ചു വാങ്ങാൻ പോണോ? പറ. നിങ്ങൾ കാശ് വാങ്ങിക്കാൻ വെക്കോ, പക്ഷെ ഇത് കൂടെ പറ. നിങ്ങൾ എന്തിനാണ് പെൺവേഷം കെട്ടുന്നത്? ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അയാൾ പെണ്ണുങ്ങളോട് നല്ല രീതിയിലാ സംസാരിക്കുന്നത്. ഇനിയിപ്പോ അയാൾ നമ്മുടെ കെണി വീഴും. സിറ്റിയുടെ നടുക്കായി ഉണ്ടൊരു ചന്ത. നിങ്ങൾ പ്രയോഗിക്കാൻ പോകുന്ന വിദ്യ എന്താ? ഞങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ട് പോകും. എന്നിട്ട് ബാങ്കിൽ നിന്ന് നല്ലൊരു ലോൺ ഓഫർ ചെയ്യും. അങ്ങനെ ആ മണ്ടനെ കുടുക്കി താങ്കളുടെ പൈസ ഞങ്ങൾ തിരികെ വാങ്ങി തരും. അടികൈ. ആദ്യം ഖന്നസാർ ഒരു കവിത ചൊല്ലി കേൾപ്പിക്കേ. എന്റെ പിള്ളേരെ, ഞാൻ എന്റെ കവിത കേട്ടതിനല്ല, നിങ്ങളുടെ ഈ പ്ലാൻ കേട്ട് കൈയടിക്കാൻ പറഞ്ഞതാ. ആദ്യം ഇതൊന്ന് സക്സസ് ആവട്ടെ, പിന്നെ നമുക്ക് കയ്യും അടിക്കാം. താങ്കളുടെ വക ഒരു പാർട്ടി നടത്താം. സംശയമുണ്ടോ? ഡൺ. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണേ, അയാൾ വളരെ അപകടകാരിയാണ്. ആ ഏരിയ മൊത്തം അയാളുടെ ഗുണ്ടകളാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉടൻ തന്നെ ഓടിയെത്തും. ഖന്ന സാറേ, ആ അണ്ണനെ ഒന്ന് ഫോൺ വിളിച്ചേ.
Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. ഹലോ, ഞാൻ സംസാരിക്കുന്നത് അണ്ണയോടാണോ? നിങ്ങൾ ആരാണ്? ഓക്കെ സാർ, ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വിളിച്ചേ. ഞങ്ങളുടെ ബാങ്ക് താങ്കൾക്ക് 5 കോടി രൂപ ലോണായി തരാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറയുന്നു? അയ്യോ 5 കോടിയോ? കൂടുതലാണോ? എങ്കിൽ ഞങ്ങൾ കുറയ്ക്കാം. അയ്യോ വേണ്ട വേണ്ട, 5 കോടി തന്നെ വേണം. ഓക്കെ സാർ, കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, താങ്കളുടെ സൈൻ വേണം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് സാറിനെ കണ്ട് എല്ലാം സൈൻ ചെയ്ത് വാങ്ങും. വന്നോളൂ, എപ്പോ വേണമെങ്കിലും വന്നോളൂ. കുടുങ്ങി. അണ്ണാ, അണ്ണന് ചായ കുടിക്കാനുള്ള സമയമായി. ഞാൻ ചായ ഉണ്ടാകട്ടെ. പക്ഷെ അണ്ണൻ എന്താ CBI യിലെ മമ്മൂട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? ഇത് 5 കോടി രൂപയുടെ കാര്യമാണ്. ഏ? അയ്യോ അവരെപ്പോഴാണാവോ വരുന്നത്? ഞങ്ങൾക്ക് മിസ്റ്റർ അണ്ണയെ കാണണം. ഞാൻ തന്നെയാണ് അണ്ണ, ഞാൻ തന്നെയാണ് അണ്ണൻ. എന്താ പറഞ്ഞോളൂ. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അണ്ണയാണെന്ന്? 5 കോടിയുടെ കാര്യമാ. അണ്ണായി ഞാൻ തന്നെയാണ്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോ. ആ അതെ, ഇദ്ദേഹം തന്നെയാണ് അണ്ണൻ. നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത്? ഞങ്ങൾക്ക് തെളിവാ വേണ്ടത്. ദാ നിങ്ങൾ പേര് നോക്കിയേ, അണ്ണ ലഞ്ച് ഹോം. ഇതൊക്കെ എന്ത് തെളിവാ? ഇതിന്റെ പേര് താജ്മഹൽ ലഞ്ച് ഹോം എന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഷാജഹാനാണെന്ന് ഞങ്ങൾ കരുതണമോ? ഇനിയിപ്പൊ ഞാൻ എന്ത് തെളിവെടുത്ത് തരാനാ? ഫോൺ ഫോൺ ദാ നിങ്ങൾ എന്നെ ഫോൺ ചെയ്തിരുന്നതാണ്. നമ്മൾ തമ്മിൽ സംസാരിച്ചതുമാണ്. ദാ കണ്ടില്ലേ കോൾ? എവിടെ നോക്കട്ടെ. ആ ഇവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? കള്ളി വെളിച്ചത്താവും. സംശയമുണ്ടോ? ഹലോ ഹലോ, ഞാൻ അണ്ണയുടെ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഫോണിൽ നിന്നാ സംസാരിക്കുന്നേ. ഉം. സെയിം ഫോണാണ്. ഞങ്ങൾക്ക് സംശയമില്ല, നിങ്ങളാണ് അണ്ണ. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും ദാ അവിടെ ഇരുന്നാട്ടെ. ഉം. ഉം. സാർ, ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ? തീർച്ചയായും. ഉം, ഉം. ആ, ആ. പേര് സർവപ്പള്ളി കർണപ്പള്ളി രാധപ്പള്ളി ടി വെങ്കിടേശ മുതലിയാർ. ആ, അയ്യോ, ഇത്രയും പേർക്ക് ലോൺ വേണമായിരുന്നോ? അയ്യോ, അമ്മച്ചി. ഇതെല്ലാം തന്നെ എന്റെ മുഴുവൻ പേരാണ്. ആ? ഇവളൊരു തമാശക്കാരിയാ. നിങ്ങളുടെ ജനന തീയതി 1/1/1981 അല്ലേ? അതെ, ടീ സ്റ്റാൾ ജംഗ്ഷൻ, അണ്ണ ലഞ്ച് ഹോം, ശ്രീവാസ്തവ നഗർ, സെക്കൻഡ് ബിൽഡിംഗ്, ഗാന്ധി റോഡ്. കൊള്ളാം. ആ, ആ? ഉം. ഉം. ഓ, ആ, 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 താങ്കൾക്ക് ലോൺ ലഭിക്കില്ല. ഇതിനു മുമ്പ് മറ്റേതോ ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. അതിന് സാറേ, ഇത് ബാങ്കിന്റെ പോളിസിയാ. നിങ്ങൾ വേറെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലോൺ തരാനാകില്ല. അഥവാ നിങ്ങൾ ലോൺ ക്ലിയർ ചെയ്താൽ ഈ ലോൺ 48 മണിക്കൂറിനകം ക്ലിയർ ആവുന്നതാണ്. എന്റെ അണ്ണ, 1 കോടി രൂപ തിരിച്ചടച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 കോടി രൂപ കിട്ടില്ലേ? അപ്പൊ 4 കോടി രൂപയിലേ നമുക്ക് ലാഭമായി കിട്ടാൻ പോകുന്നത്. ഏ? ഉം. ഉം. അറിയാം, എനിക്കറിയാം. 5 കോടി. അല്ലെങ്കിൽ മാഡം, ഞാൻ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ ഇന്ന് പോകാനിരിക്കുകയായിരുന്നു. മാഡം, മാഡത്തിന്റെ ലാപ്ടോപ്പിക്ക് തരൂ. ആ ലാപ്ടോപ്പിക്ക് തരൂ. ആ ബാങ്കിലെ ലോൺ എമൗണ്ടിന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ദാ കഴിഞ്ഞു. ഞാൻ ലോൺ എടുത്ത ബാങ്കിലെ എല്ലാ എമൗണ്ടിന്റെ കാര്യവും ദാ ശരിയാക്കി കഴിഞ്ഞു. ഏയ്, കൊച്ചളിയാ, കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? ഇപ്പൊ ഈ മണ്ടനുള്ള കാശ് മൊത്തം തിരിച്ചടച്ചിട്ടുണ്ട്. ഈ അണ്ണയോട് ചതിയോ? ഒരുത്തരും ഇവിടെ രക്ഷപ്പെട്ടു പോവില്ല. പിടിക്കാവുമാരെ.
നിൽക്കൂ കുട്ടികളെ, ഇവന്മാരുടെ കാര്യം ഇനി പോലീസ് നോക്കിക്കോളും. ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞാനാണ് വിളിച്ചത്. കാരണം നിങ്ങളുടെ കൂടെ ഹണി ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയാമായിരുന്നു ഹണി എന്തെങ്കിലും മണ്ടത്തിൽ ഒപ്പിച്ചു വെക്കുമെന്ന്. അഥവാ സംഭവിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ ആള് വേണമല്ലോ. പക്ഷേ സഹായത്തിന്റെ ആവശ്യം ഒന്നും തന്നെ വന്നില്ല. ഇവർ 4 പേരും ഒന്നിച്ച് അണ്ണയുടെ ഗ്യാങ്ങിനെ പപ്പടമാക്കി മാറ്റി. ഈ അണ്ണയെ കുറിച്ച് ഒരുപാട് കംപ്ലൈന്റ് വന്നിരുന്നു. ഇന്നാണ് അവനെ എനിക്ക് കൈകളുമായിട്ട് പിടിക്കാൻ പറ്റിയത്. ഒന്നാം തരം മീൻകറി ഉണ്ടാക്കി വെക്കാൻ നല്ലതാണ് ചട്ടി. താങ്ക് യു വെരി മച്ച്. എനിക്ക് എന്റെ കാശ് തിരിച്ചു കിട്ടി. അടികൈ.